എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. രണ്ട് കമ്പനികളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമുക്ക് ജോലി ഒഴിവുകളുണ്ട്. സൗദി അറേബ്യയിലേക്കും UAE-യിലേക്കുമാണ്. ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നാട്ടിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റിയ വേക്കൻസികളൊന്നുമില്ലേ, എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നിങ്ങൾക്കറിയാം, പനിച്ച് കിടപ്പിലായിരുന്നു, ആകെ ഒരു അവസ്ഥയിലായിരുന്നു, ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ഇപ്പോൾ ഹെൽത്തൊക്കെ കുറച്ച് ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് 2 വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊരു കാരണം യുദ്ധമാണ്. യുദ്ധം കാരണം ഒരുപാട് ഇൻ്റർവ്യൂസ് നമുക്ക് പറഞ്ഞു വെച്ചതെല്ലാം ക്യാൻസലായി പോയി. അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് വളരെ കുറവുമായിരുന്നു. പുറത്ത് നല്ല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും, കാക്കയുടെയും. അതേപോലെ തന്നെ ഇവിടെ അടുത്തൊരു കെട്ടിടത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് ക്ഷമയോടെ ഇരിക്കുക. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല സബ് ഏജൻസികൾക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് വേണ്ടിയിട്ട് വേക്കൻസികൾ നമ്മൾ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. സബ് ഏജൻസി വരുമ്പോൾ പലർക്കും അറിയുന്നെന്ന് വരില്ല. അതായത് ഒരു ലൈസൻസർ ആയിട്ടുള്ള ഏജൻസി, പുറത്തുനിന്നുള്ള വേക്കൻസികൾ എടുത്ത് ചെയ്യുന്ന ലൈസൻസർ ആയിട്ടുള്ള ഏജൻസി കീഴിൽ സബ് ഏജൻ്റായിട്ട്, അതായത് അവർക്ക് വരുന്ന വർക്കുകൾ ഇവർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയും മറ്റു പ്ലാറ്റ്ഫോമിലൂടെയും എല്ലാം പബ്ലിഷ് ചെയ്തിട്ട് അവരിലേക്ക് ആളുകളെ വരുത്തിയിട്ട് ആ ഒരു ഏജൻസി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സബ് ഏജൻസിക്ക് 15,000 രൂപയോളം പ്രോഫിറ്റ് ഒരാളിൽ നിന്ന് ഉണ്ടാകും. സർവീസ് ചാർജ് അവർ വാങ്ങുന്നുണ്ടാകും. അതായത് ഇപ്പോൾ ഒരു ലൈസൻസർ ആയിട്ടുള്ള ഒരു ഏജൻസി ഇൻ്റർവ്യൂ ഇവിടെ നടത്തുമ്പോൾ അവരിലേക്ക് വന്നിട്ടുള്ള ഡയറക്റ്റ് അവരിലേക്ക് വന്നിട്ടുള്ള ക്ലയൻസിൻ്റെ നിന്ന് അവർ വാങ്ങുന്ന സർവീസ് ചാർജ് 50,000 ആണെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ സബ് ഏജൻസി അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവർ അത് 60,000-65,000 രൂപയൊക്കെ വാങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഈ കോഴിക്കോട് റിലേറ്റഡ് ആണ് ഈ സബ് ഏജൻസികൾ കൂടുതലും വരുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ അങ്ങനെ സബ് ഏജൻസികളുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നില്ല. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. ട്രസ്റ്റബിൾ അല്ല, ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്, പല കാര്യങ്ങൾ കൊണ്ടും പല വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വർക്കുകളും കുറവ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ വർക്ക് കാര്യങ്ങളെല്ലാം കുറച്ചിട്ടുള്ളത്. സബ് ഏജൻസികളുടെ വർക്ക് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നില്ല. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ട്രസ്റ്റബിൾ അല്ല. പിന്നെ പൈസൻ്റെ കാര്യങ്ങൾ കുറച്ച് വിഷയമുണ്ട്. ഭയങ്കരമായിട്ട് ഹൈ സർവീസ് ചാർജ് അവർ വാങ്ങുന്നുണ്ട്. 10,000-15,000 രൂപയൊക്കെ കൂടുതലായിട്ട് വാങ്ങുന്നു. അപ്പോൾ വളരെ ഒരു സർവീസ് ചാർജ് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് വീണ് പോകാൻ കഴിയുക. അപ്പോൾ ലൈസൻസർ ആയിട്ടുള്ള കമ്പനീസിൻ്റെ വർക്കേഴ്സ് മാത്രമേ ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്കുകൾ കുറവായിരിക്കും, പക്ഷെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് വന്നിട്ടുള്ള 2 വേക്കൻസികളും ഇതുപോലെ ലൈസൻസർ ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഏജൻസിയുടെ വർക്ക് തന്നെയാണ്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ പറയുന്ന 2 വർക്കുകളും സബ് ഏജൻസി ആയിട്ട് ചെയ്യുന്നവരുണ്ട്, സബ് ഏജൻസി ചെയ്യുന്നുണ്ട്. കൂടുതലും ഈ കോഴിക്കോട് ഫോക്കസ് ആയിട്ടുള്ള ടീംസാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സർവീസ് ചാർജ് കൂടും. നമ്മളത് ഓപ്പണായിട്ട് പറയുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട, സർവീസ് ചാർജ് കൂടും. നിങ്ങൾ അപ്പോൾ ഈ ഒരു സബ് ഏജൻസികളിൽ നിന്ന് മാറി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 രൂപയോ 10,000-15,000 രൂപയൊക്കെ കുറവ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള 2 വേക്കൻസികളും 2 കമ്പനികളിലേക്കും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്, അതായത് ആരാണോ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അതുവഴി ജോലി നേടാൻ പറ്റുന്ന വേക്കൻസികളാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ ഹങ്കർ സ്റ്റേഷൻ എന്ന കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അതെടുത്ത് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹങ്കർ സ്റ്റേഷൻ എന്ന കമ്പനിയിലേക്കുള്ള ഡെലിവറി ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രായപരിധി വരുന്നത് 21-നും 40-നും ഇടയിൽ പ്രായം വേണം എന്നതാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണം. ഇത് ഞാൻ കൃത്യമായിട്ട് പറയാം. 10ാം ക്ലാസ് ഇല്ലാത്തവരെയും ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അതൊരു ആൾക്കാരെ കൂട്ടാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരും തന്നെ അതിൽ പോവേണ്ട, 10ാം ക്ലാസ് ഇല്ലാത്തവർ പോവേണ്ട. കാരണം സെലക്ഷൻ വളരെയധികം കുറവായിരിക്കും. 10ാം ക്ലാസ് അവർ ചോദിച്ചിട്ടുണ്ട്. കാരണം മാപ്പ് കാര്യങ്ങൾ, ഭാഷാ കാര്യങ്ങൾ ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് ഇൻ്റർവ്യൂ സെലക്ട് ചെയ്യുക. അതായത് ഭാഷ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ചടപട ഭയങ്കര രീതിയിൽ നമ്മൾ മലയാളം പറയുന്ന രീതിയിൽ സംസാരിക്കണം എന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയണം. അപ്പോൾ ഈ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ കുറവുള്ള ആളുകളാകുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നോക്കുമ്പോൾ സെലക്ഷൻ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഞാൻ കണ്ടു ചില ഇൻസ്റ്റാഗ്രാമിൽ ചില ഏജൻസികളുടെ പോസ്റ്റർ കാര്യങ്ങൾ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. അത് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവാത്ത ആളുകൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ സമയവും പൈസയും, അതായത് ഈ ഇൻ്റർവ്യൂ ലൊക്കേഷനിലേക്ക് വരുന്നതും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതും അവിടെയുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്സ്പെൻസ് വരുമല്ലോ, അതൊക്കെ നിങ്ങളുടെ നഷ്ടമാകും. കാരണം സെലക്ഷൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത ഞാൻ പറഞ്ഞു. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്, 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. 21-നും 40-നും ഇടയിലായിരിക്കണം പ്രായം. മാപ്പ്
കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ അറിവുള്ളവരായിരിക്കണം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ഇവിടെ ആവശ്യമില്ല. ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്മീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയാണ് പല സബ് ഏജൻസികളും, അങ്ങനെ പറയാം, ഇത് നടത്തുന്ന ഏജൻസി എന്തായാലും അങ്ങനെ ഒരു കാര്യം പറയില്ല. സബ് ഏജൻസികളും പറയുന്ന കാര്യം നിങ്ങൾക്ക് 4000 റിയാലൊക്കെ 4500 5000 റിയാലൊക്കെ ഏൺ ചെയ്യാൻ കഴിയും ടോട്ടൽ, അതായത് സാലറി പ്ലസ് കമ്മീഷൻ ബേസിൽ നിങ്ങൾക്ക് 4000 5000 റിയാൽ ഏൺ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അത് തീർത്തും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാക്രമം കാര്യങ്ങൾ മാത്രമാണ് അത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2000 റിയാൽ സാലറി ഉണ്ടായിരിക്കും. പക്ഷേ 450 ഡെലിവറി ടാർഗറ്റ് ഉണ്ട്, അത് എടുക്കണം. 450 ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും നിങ്ങൾക്ക് കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 2000-3000 ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. സാലറി പ്ലസ് കമ്മീഷൻ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10,000-70,000 രൂപയുടെ ഉള്ളിൽ 65,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. 2000 to 3000 സൗദി റിയാലിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. ഒരിക്കലും 3000-ന് മേലെ അല്ലെങ്കിൽ 4500 5000 രൂപ റിയാലിന് മേലെ ഏൺ ചെയ്യാൻ സാധ്യത വളരെ വളരെ വളരെയധികം കുറവാണ്. കാരണം നമുക്ക് ഈ വർക്കിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഡെലിവറി കാര്യങ്ങളൊന്നും യാതൊരു കുറവും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഇവിടെ എല്ലാ ലൈസൻസും, ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിലും സൗദി ലൈസൻസ് ആണെങ്കിലും മറ്റേത് GCCയിലെ ലൈസൻസും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് പോലും ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൽ യാതൊരു മുൻഗണന കാര്യങ്ങൾ ഉണ്ടാവില്ല. സൗദി ലൈസൻസ് ഉള്ളവർക്ക് റൂട്ട് കാര്യങ്ങൾ, ഇപ്പോൾ റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ റൂട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കില്ല. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വശമായിരിക്കും. നിങ്ങൾ ഡെലിവറി ജോബാണ്, ടിപ്പ് കാര്യങ്ങളെല്ലാം ലഭിക്കും. അപ്പോൾ ഞാൻ ഈ ജോലിയെക്കുറിച്ച് ഏകദേശം ധാരണ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് 18-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ്. ഞാൻ ഒരിക്കൽ കൂടെ എടുത്ത് പറയട്ടെ, ഇത് സബ് ഏജൻ്റായിട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരിലേക്ക് ആ ഒരു ഇതിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളൊരു 10,000 രൂപ കൂടുതൽ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും. മിനിമം 10-15,000 രൂപയ്ക്ക് മിനിമം സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും. ഇത് നിങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി വഴി തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള 40 വയസ്സിന് താഴെ പ്രായമുള്ള ആർക്കും തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി UAE-യിലേക്കാണ്, അബുദാബിയിലേക്കാണ്. അബുദാബിയിലേക്ക് ബസ് ഡ്രൈവർ, ലൈറ്റ് ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. ബസ് ഡ്രൈവർ പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. നമ്പർ 6 ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ലൈറ്റ് ഡ്രൈവർ പോസ്റ്റ് ആകുമ്പോൾ UAE ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ 3 കയ്യിൽ ഉണ്ടായിരിക്കണം. ബസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് നിങ്ങളുടെ ലൈസൻസ് നമ്പർ 6 വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ. ബസ് ഡ്രൈവർ പോസ്റ്റിലേക്കാണെങ്കിൽ 3000 മുതൽ 3500 UAE ദിർഹത്തിന് ആയിരിക്കും സാലറി ഉണ്ടാവുക. അക്കോമഡേഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 48 വയസ്സ് വരെയാണ് പ്രായപരിധി. UAE ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ 6 വാലിഡ് ആണെങ്കിൽ എക്സ്പയർഡ് ആണെങ്കിൽ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്പർ 3 ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളവരാണെങ്കിൽ 43 വയസ്സ് വരെയാണ് പ്രായപരിധി. 2500 സൗദി റിയാലായിരിക്കും 2500 UAE ദിർഹമായിരിക്കും സാലറി ഉണ്ടാവുക. ഇവിടെയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ വിസയാണ് വരുന്നത്. നിങ്ങൾക്ക് വർഷത്തിൽ നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം. ഒരു മാസം ഫാമിലിയോടൊപ്പം ചിലവഴിക്കാം. തിരിച്ച് അതേ വിസയിൽ നിങ്ങൾക്ക് UAE-യിൽ പോയിട്ട് ജോലി ചെയ്യാവുന്നതാണ്. അതിലേക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് ഇവിടെ ഉണ്ട്. ബാക്കി ബെനിഫിറ്റുകളെല്ലാം തന്നെ UAE ലേബർ ലോ പ്രകാരം ഉണ്ടായിരിക്കും. ഇതിലേക്കുള്ള ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് നാളെ, അതായത് ജൂൺ 17-ാം തീയതി നാളെ നമുക്ക് ആണ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. കോഴിക്കോട് വെച്ചിട്ടാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള UAE നമ്പർ 6 അല്ലെങ്കിൽ 3 കയ്യിലുള്ള ആളുകളുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായി 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഇപ്പം നമ്മൾ വഴിയാണ് നിങ്ങൾ ജോലി ലഭിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ നമുക്കല്ല 1 രൂപ തരുന്നത്, ആ ഒരു ഏജൻസിക്കാർക്കും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസിപ്റ്റ്, പൈസ കൈമാറിയ റെസിപ്റ്റ് വാങ്ങുക. മാക്സിമം നിങ്ങൾ അവരുടെ ഓഫീസിൽ ചെന്നിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഗൂഗിൾ പേ ആപ്പ് പോലെയുള്ള ബാങ്കിങ് വഴി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പ്രൂഫാണല്ലോ. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഇനിയിപ്പോൾ ഗൂഗിൾ പേ വഴി ചെയ്താണെങ്കിലും നേരിട്ട് പൈസ കൊടുക്കുകയാണെങ്കിലും റെസിപ്റ്റ്, പേയ്മെൻറ്റ് കൊടുത്തുള്ള റെസിപ്റ്റ് വാങ്ങാനും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ ജോലിയോടുകൾ വരുമ്പോൾ നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും.